It's a privilege to stand in front of you, and it gives me great joy to fellowship with you this morning. My wife and I are delighted. Thank you very much for നിങ്ങൾ മുൻപാകെ നിൽക്കുന്നത് ഒരു പദവിയാണ്. നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരം ഒരു വലിയ പദവിയായിട്ട് ഞാനും എൻ്റെ ഭാര്യയും കരുതുന്നു. I thank God for this church, which has been a great blessing to me and my family over many decades. പല വർഷങ്ങളായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു അനുഗ്രഹമായി തീർന്ന ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I'm particularly grateful for the amazing support and love and strength this church gave me and my family during my mother's death many months ago. കുറേ മാസങ്ങൾക്ക് മുൻപേ എൻ്റെ അമ്മ കടന്ന് കർത്താവിലേക്ക് എടുക്കപ്പെട്ട ആ ടൈമിൽ അടക്ക ശുശ്രൂഷയും അതിൻ്റെ ഉള്ള എല്ലാ കാര്യങ്ങളിലും ഈ സഭ ഞങ്ങളുടെ കുടുംബത്തോടു കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. I'm also very grateful for the amazing support you as a church, as a body, give to Proclaimers India, and you are very much the driving force behind this amazing ministry. Proclaimers ഇന്ത്യയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന ആ പിന്താങ്ങിന് വേണ്ടിയും ആ സഹായത്തിന് വേണ്ടിയും ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. നിങ്ങൾ സഭയായിട്ടാണ് ഈ ശുശ്രൂഷയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ അറിയിക്കട്ടെ. Today I want to talk to you about breakthrough. ഇന്ന് ഞാൻ മുറിച്ചു കടക്കലുകൾ, വിടുതലിൻ്റെ മുറിച്ചു കടക്കലുകൾ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. We all need breakthrough in our lives. We could be facing a number of difficult areas in our lives. നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസമേറിയ സാഹചര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് മുറിച്ചു കടക്കലുകൾ അല്ലെങ്കിൽ വിടുതലുകൾ ആവശ്യമുണ്ട്. We could be praying for many years for health problems, financial problems, family breakdown problems. Many of us could be facing issues for many years. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മറ്റ് പല കാരണങ്ങളാലും നമ്മൾക്ക് ചില മേഖലകളിൽ ദൈവത്തിൻ്റെ വിടുതൽ അല്ലെങ്കിൽ മുറിച്ചു കടക്കലുകൾ ആവശ്യമായിട്ട് ഉള്ളവരായിരിക്കാം ഇവിടെ നമ്മൾ. Many of us know what the Bible says about life and its challenges. ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ വെല്ലുവിളികളെക്കുറിച്ചും ദൈവവചനം എന്തു പറയുന്നു എന്ന് നമുക്ക് അറിയാമല്ലോ. You know the famous scripture which says, I have come that you may have an abundant life, but the enemy has come to kill and to steal and to destroy. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനും സമൃദ്ധിയായ ജീവനും തരുവാനാണ്. പക്ഷേ കള്ളൻ വരുന്നത് അവൻ കൊല്ലുവാനും മുടിപ്പാനും എടുത്തു കളയുവാനുമാണ് എന്ന് നമുക്കറിയാം. But yet many of us are facing difficulties which often feel that God is away and distant from us. എന്നിരിക്കലും നമ്മൾ പലരും പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ദൈവം നമ്മളിൽ നിന്ന് അകന്ന് നിൽക്കുവാണോ എന്ന്. So I want to say to you that there are certain scriptures and principles that I have applied in my life over the last 40 years which I want to share with you today. അതുകൊണ്ട് കഴിഞ്ഞ 40 വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയതും ദൈവം എന്നെ സഹായിക്കുകയും ചെയ്ത ചില വേദ തത്വങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഞാൻ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. Today, a sister just mentioned that I am running education training programs in 50 countries. ഞാൻ 50 രാജ്യങ്ങളിൽ മെഡിക്കൽ സ്റ്റഡീസ് ഞാൻ അവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളത് സഹോദരി പറഞ്ഞായിരുന്നു. I've had the privilege of releasing 3 days ago the highest qualified surgeons for breast cancer treatment in this country just 4 days ago. 4 ദിവസം മുമ്പേ ഈ രാജ്യത്തിൽ, ഇന്ത്യ രാജ്യത്തിൽ, ബ്രസ്റ്റ് ക്യാൻസറിന് ഏറ്റവും മേന്മയേറിയ ബിരുദത്തിൽ ആളുകളെ ട്രെയിൻ ചെയ്ത് അവരെ റിലീസ് ചെയ്യുവാൻ എനിക്ക് പദവി ലഭിച്ചു. Last week we released 20 surgeons with the MCH degree, which is the highest qualification in the world. കഴിഞ്ഞ ആഴ്ച 20 സർജൻസിനെ ഇവിടെ MCH ഡിഗ്രി, ബ്രസ്റ്റ് ക്യാൻസറിൽ MCH ഡിഗ്രി ബിരുദം കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവരെ ഗ്രാജുവേറ്റ് ചെയ്യിക്കാൻ ദൈവം ഞങ്ങൾക്ക് പദവി തന്നു.
But this has taken me more than 10 years to make it happen. പക്ഷേ ഈ അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരുവാൻ 10 വർഷത്തിൽ കൂടുതൽ കഠിന അധ്വാനം പ്രയത്നം ചെയ്യേണ്ടിയായിട്ട് വന്നു. I think many of you know that we are His children of God, and God wants to speak to us. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. We are here for a purpose to bring glory to God's name. നമ്മളിവിടെ എന്തിനാണ് ആയിരിക്കുന്നത്? ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. And how do we do that? നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? We do that by extending love to the world. അത് ചെയ്യുന്നത് പ്രാഥമികമായിട്ട് ലോകത്തിലേക്ക് ദൈവസ്നേഹം നമ്മൾ എത്തിക്കുന്നത് മൂലമാണ്. We are to bring the kingdom of God, which is love, righteousness, joy and peace, to the world. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ തത്വങ്ങളായ സ്നേഹവും നീതിയും നമ്മൾ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന ഉടനെ ദൈവത്തിൻ്റെ രാജ്യം നമ്മൾ വികസിപ്പിക്കുന്നു. And therefore God has given me the special love for cancer patients to find a way forward for them. അതുകൊണ്ട് ദൈവം എനിക്ക് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ദൈവസ്നേഹം എത്തിച്ചു കൊടുക്കുവാനും അതിൽ കൂടി ദൈവത്തിൻ്റെ വാഴ്ച വികസിപ്പിക്കുവാനുമുള്ള ഒരു വരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. But each one of you, God has got a special plan. പക്ഷെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. More than just living, having a home and a job and having maybe a nice car and a good life, there is bigger purpose in your lives. നമ്മൾ സുഖകരമായ ഒരു ജീവിതം, സുഖകരമായ ഒരു ജോലി, സമ്പാദ്യം എന്നുള്ള കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുണ്ട്. We need to lift our eyes above circumstances and find out the purpose for which you and I exist in this world. നമ്മുടെ സാഹചര്യങ്ങൾ, ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളുടെ ഉപരിയായിട്ട് ഉപരിതലത്തിൽ നമ്മുടെ കണ്ണുകളെ ഉയർത്തിയിട്ട് ദൈവം എന്തിനു വേണ്ടി നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. So 10 years ago God said to me, I want you to make a difference for India. 10 വർഷം മുമ്പേ ദൈവം എന്നോട് പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് നീ ഒരു വ്യത്യാസം കൊണ്ടുവരണം. So it was most difficult challenges I faced to make this happen. ഈ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ ഞാൻ നേരിട്ടത് എൻ്റെ ജീവിതത്തിലേക്കും ഏറ്റവും പ്രയാസമേറിയ ഒരു വെല്ലുവിളിയായിരുന്നു. And therefore I am going to share the experiences I used to make this happen in India. ഈ കാര്യങ്ങൾ ഞാൻ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം വാസ്തവമാക്കുവാൻ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ച ചില അനുഭവങ്ങളും അതിനകത്തുനിന്ന് ചില പഠിപ്പീരുകളും നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. You can apply the same principles for the challenges that you have in your life, and I have, believe me, 40 years of experience walking through what I'm going to share with you. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇത് പഠിക്കുവാൻ 40 വർഷത്തെ അനുഭവ സാക്ഷ്യം എനിക്കുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, അവസ്ഥകളിൽ നിങ്ങളെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I'm going to share with you 10 points which I will just briefly share, and you must go home and study it to get the benefit of it. ഞാൻ 10 പോയിന്റ്സ് ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. വളരെ സരളമായിട്ട് വളരെ ചെറിയ രീതിയിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് വികസിപ്പിച്ചെടുക്കാൻ ടൈമില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ പോയി അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ അകത്തു നിന്നുള്ള നന്മ അതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾ നേടിയെടുക്കണം. I will quote scripture to back up what I'm saying, but I want you to write down the scriptures and check it out, because it is important. Everything has to be underlined by scripture from any human being. ഞാൻ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും പുറകിലായിട്ട് ഞാൻ ഓരോ വേദവാക്യം പറയും. നിങ്ങൾ അതിൻ്റെ റെഫറൻസും എഴുതിയെടുക്കുകയും നിങ്ങൾ വീട്ടിൽ പോയി അത് ചെക്ക് ചെയ്യുകയും ചെയ്യണം. കാരണം ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഉടനെ അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. The first thing I did was to clothe myself in the promises of God for my own life. ആദ്യം ഞാൻ ചെയ്ത ആദ്യത്തെ പാഠം ഇതായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എടുത്ത് എന്നെ തന്നെ ആ വാഗ്ദത്തങ്ങൾ അണിയിച്ച് ആ വാഗ്ദത്തങ്ങൾ ഞാൻ ഒരു ഉടുപ്പ് പോലെ ഞാൻ ധരിക്കുക
എന്നുള്ള ഒരു പ്രക്രിയയായിരുന്നു. The book of James, chapter 1, verse 5 to 7 says, if any of you lacks wisdom, ask the Lord and he will give you liberally. യാക്കോബിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. Please read, Pastor. Thank you. 1:5-7 to 7. Please read. Thank you. അതൊന്ന് വായിക്കാമോ? യാക്കോബിന്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 7 വരെ. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. This is such a, we know the scripture, but the second part of it is that when you ask God, our God is a personal God. He speaks to his children. നമുക്കറിയാവുന്ന ഒരു വേദവാക്യമാണ് ഇവിടെ. ഈ വാക്യത്തിൻ്റെ നമ്മുടെ ദൈവം വ്യക്തിപരമായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടേ അത് നിറവേറ്റുകയെ ചെയ്യും. So the challenge is when God speaks to us, many of us don't take it seriously. നമ്മൾ നേരിടുന്ന പ്രശ്നം ഇതാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ടേ മിക്ക ആളുകളും അത് വളരെ ഗൗരവമായിട്ട് എടുക്കാറില്ല. So because the enemy will come to steal the promises of God as he did with Adam and Eve. ആദാമിൻ്റെയും ഹവ്വയുടെയും അടുത്ത ശത്രു വന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം എടുത്ത് അപഹരിച്ചതുപോലെ എടുത്തുകൊണ്ട് മോഷ്ടിച്ചതുപോലെ നമ്മളുടെ ജീവിതത്തിലും ശത്രു വന്ന് ദൈവത്തിൻ്റെ വാക്കുകൾ മോഷ്ടിക്കാൻ ശ്രമിക്കും. He will come to say, has God really said that? ദൈവം നേരായിട്ടും ഇത് പറഞ്ഞോ എന്ന് നമ്മളോടൊന്ന് ചോദിക്കും. God said to me 10 years ago, I want you to make a difference for patients in India. 10 വർഷം മുമ്പേ ദൈവം എന്നോട് പറഞ്ഞു, ഇന്ത്യയിലുള്ള ക്യാൻസർ പേഷ്യൻസിനൊരു വ്യത്യാസം നിങ്ങൾ കൊണ്ടുവരണമെന്ന്. So the first thought was, who am I to try and make this happen? ആദ്യം എൻ്റെ മനസ്സിൽ കൂടെ പോയ ചിന്ത ഇതാണ്, ഞാൻ ആരാണ് ഇത് നടത്താൻ, ഇത് ചെയ്യാൻ? God repeatedly spoke to me through a prophetic word that this is going to happen. പിന്നെയും ദൈവം ആവർത്തിച്ച പ്രാവചിക വാക്കുകൾ തന്ന് എന്നോട് പറഞ്ഞു, എന്നെ ഓർമ്മപ്പെടുത്തി, പിന്നെയും അത് ആവർത്തിച്ചു, ഞാൻ ചെയ്യാൻ പോവാണ്. But people stood against me. People said this is never going to happen. പക്ഷെ ആളുകൾ എൻ്റെ എതിരെ നിന്നു. ചിലർ പറഞ്ഞു ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. Who is speaking behind that? അവർ പറയുന്നതിന്റെ പിൻപിൽ Because the battle is not against flesh and blood, but against the powers of darkness in this world. കാരണം നമ്മുടെ യുദ്ധം ജഡരക്തങ്ങളോടല്ല, ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടാണ്. So the first thing you have to do is when God speaks to you through his word or through prophetic, which is tested, put it around you like a belt, the belt of truth. Don't leave it. ദൈവം നമ്മളോട് പ്രവചനത്തിൽ കൂടിയോ വേറെ ഏത് വഴിയിൽ കൂടി ദൈവവചനത്തിൽ കൂടിയോ നമ്മളോട് സംസാരിക്കുവാണെങ്കിൽ നമ്മുടെ അരയ്ക്ക് കെട്ടുന്ന ഒരു ബെൽറ്റ് പോലെ അത് ധരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അതിനാൽ പൊതിയപ്പെടണം. There will be many tests of time, delays, discouragement, disappointment. All these things will come at you to test whether you're holding on to God's word or not. സമയത്തിൻ്റെയും നിരുത്സാഹത്തിൻ്റെയും ഇങ്ങനെയുള്ള പല വെല്ലുവിളികൾ നമ്മൾ നേരിടും. പരീക്ഷകളായിട്ട് നമ്മുടെ മുൻപാകെ വരും. നമ്മൾ ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കുന്നു എന്ന് നമ്മളെ നിരീക്ഷിക്കുവാൻ വേണ്ടി. So the second point I would like to say is praise and worship. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന പ്രക്രിയ. Could you just read Isaiah 61 verse 3 please? യെശയ്യാവിൻ്റെ 61-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാവ് 61-ന്റെ 3-ാം വാക്യം. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. So the main thing I want to point out from the scripture is that
praise is actually an antidote to depression and discouragement. ഇത് ഞാൻ മുഖ്യമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഡിപ്രഷൻ, നിരാശയ്ക്ക് വേണ്ടിയുള്ള ഒരു മരുന്നാണ് സ്തുതി. So praise, because when you're waiting for God to come through, there are periods of you feel tired, exhausted, and the way to keep your faith strong is to praise and worship God regularly. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ നിരാശപ്പെടും. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധി, വെളിയിൽ വരുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വഴിയാണ് ദൈവത്തിൻ്റെ സ്തുതി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്. So the next point I want to say is prayer and intercession. Third point. Prayer and intercession. മൂന്നാമത്തേത് പ്രാർത്ഥനയും മധ്യസ്ഥത ചെയ്യുകയും ചെയ്യുന്നത്. So if you look at Ephesians 6, where it talks about that there is a battle going on in this world, and the battle is not between flesh and flesh, but it is actually the powers of darkness. You all know about putting on the armor of God. നമ്മൾ എഫേസ്യർ 6 നോക്കുന്നുണ്ട്, പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസോടെ പറയുന്നുടനെ നമ്മുടെ പോരാട്ടം ജഡവും തമ്മിലല്ല എന്ന് നമുക്കറിയാം. അവിടെ വേദഭാഗം വളരെ വ്യക്തമാക്കുന്നു. അവിടെ പറയുന്നു നമ്മൾ സർവായുധ വർഗം ധരിക്കണമെന്ന് പൗലോസ് പറയുന്നു, വചനം പറയുന്നു. But you see, once you have put on the full armor of God, which is the helmet of salvation, the breastplate of righteousness, belt of truth that we are God's children, our feet are fitted with readiness, we walk in peace, and you take the shield of faith and the sword of the Spirit, then what do? You got to keep praying. So essentially, because that is a key, you are fully protected from the attacks of the enemy, and then you keep praying and praying. നമുക്ക് ഈ സർവായുധ വർഗം ധരിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ആ സത്യം അരചുറ്റിയും ദൈവത്തിൻ്റെ സകല ആയുധങ്ങൾ എടുത്തുകൊണ്ട് കവചം ധരിക്കുകയും പിന്നെ സമാധാന ശേഷിയുള്ളതായിട്ട് ഒരുക്കമുള്ള ചെരുപ്പ് ധരിക്കുകയും ഇവയെല്ലാം നമ്മൾ ഓരോ സർവായുധ വർഗവും എടുക്കുന്നുടനെ അവൻ്റെ തന്ത്രങ്ങൾക്കെതിരെ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. So I'm giving you some principles which actually you need to adhere to, because many a time when you're waiting for a breakthrough, it does take time. In my life, I have found sometimes it takes time for the big thing to happen, whether God helped me to develop a medical college in UK. I'm a co-founder of a medical college in UK. All these things God spoke, but there have been so many oppositions. When I started to introduce breast cancer reconstruction in the UK, and I had so much opposition, but God revealed to me, you have to do this. So what I'm trying to say is these are the principles. They may not sound very exciting, but you have to do these things and stand till it happens. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ ഉടനെ ഉത്തേജിപ്പിച്ചില്ലെന്ന് വരും. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുവാൻ, അല്ലെങ്കിൽ ഒരു മുറിച്ചുകടക്കൽ നടക്കുവാൻ, അല്ലെങ്കിൽ ഒരു വിടുതൽ നടക്കുവാൻ കാത്തിരിക്കുന്നുടനെ പലപ്പോഴും നമ്മൾക്ക് പല പ്രയാസങ്ങളും, ചില വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുവാൻ ഒത്തിരി സമയം കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഈ സമയത്തെല്ലാം നമ്മൾ ഈ തത്വങ്ങളെ എടുത്ത് ഉപയോഗിച്ച് നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി നമ്മൾ പോരാടണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നിരുത്സാഹപ്പെടും. ഞാൻ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ദൈവം എന്നെ സഹായിച്ചു. UK ഒരു മെഡിക്കൽ കോളേജിൻ്റെ സ്ഥാപകനായിട്ട് ഞാനൊരു സ്ഥാപകനാണ്. പക്ഷേ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് നടന്നത്. പക്ഷേ ഇത് നടക്കുവാൻ വേണ്ടി പല വർഷങ്ങളും കാത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ വേണ്ടി അത്ര രസിപ്പിക്കുന്ന ഒരു കാര്യമല്ലാത്ത ഞാൻ ചില തത്വങ്ങൾ നിങ്ങൾ തരുന്നുടനെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ദൈവത്തിൻ്റെ വഴി. ഇത് ഞാൻ മുറുകെ പിടിച്ച് ഇത് ഞാൻ ശീലിക്കണം. I am sure that many of you sitting in this congregation identify with what I am saying.
ഈ സഭയിലിരിക്കുന്ന പലർക്കും ഈ അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഉണ്ടായിക്കാണും. നിങ്ങൾക്കിത് മനസ്സിലാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. I'm sure that God is doing amazing things in each one of your lives, Pastor. Jeffy is a great man of faith, and Pastor, we know that all these things are through faith, but they know the birthing pains of bringing God's plans into reality. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം തന്നിട്ട് നിങ്ങളത് നിറവേറ്റുവാൻ വേണ്ടി മുറുകെ പിടിച്ച് നിന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ പാസ്റ്റർമാരും അവരും ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി വർഷങ്ങൾ നിന്ന് കാത്തിരുന്ന് അത് നിറവേറ്റി കണ്ട ആൾക്കാരാണ്. My brother Nikki is an example, Nikki and Shanti, how they have stood for many, many years for Proclaimers India against all opposition, but God is opening doors, and what I'm sure they are doing, using the same principles that I'm talking about. എൻ്റെ സഹോദരനായ നിക്കിയും ശാന്തിയും അവർ പ്രൊക്ലൈമേഴ്സിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ലഭിച്ചപ്പോൾ വർഷങ്ങൾ കാത്തിരുന്ന് അത് നടക്കുവാൻ വേണ്ടി ഈ ഞാൻ പറയുന്ന ഇതേ വേദവചന തത്വങ്ങളാണ് അവർ ഉപയോഗിച്ചതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടന്നത്. So now I'm going to talk to you about the next principle that I think is very, very important. അടുത്ത തത്വം ഞാൻ നിങ്ങളോട് പറയട്ടെ. Forgiveness. ക്ഷമ. Don't hold bitterness against anybody in your heart, because God will not answer your prayer. ഒരു വ്യക്തിയോടും നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പ് പിടിച്ചു വെക്കരുത്. അങ്ങനെയാണെങ്കിൽ ദൈവം അങ്ങനെ കയ്പ് വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ദൈവം നിങ്ങളെ മുമ്പോട്ട് നടത്തത്തില്ല. It is, if you read Mark 11 verse 25, please, Pastor. മർക്കോസിൻ്റെ 11:25 വാക്യം നമ്മൾ നോക്കുന്നതാണ്. മർക്കോസ് 11:25 നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. You see, it's very, very important. And the preceding verses in that chapter, would you please read, sister? Starting from verse 22 to 25. 22 മുതൽ 24 വരെ അതിന് മുമ്പുള്ള വാക്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗൗരവമേറിയ വാക്യങ്ങളാണ് ഈ വാക്യം മനസ്സിലാകുവാൻ. അതുകൊണ്ട് 22 മുതൽ മുമ്പോട്ടൊന്ന് വായിച്ചാട്ടെ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. Thank you, sister. It is so important that we walk in total forgiveness. We do not have the luxury of holding bitterness against anybody. നമ്മൾ പൂർണ്ണമായിട്ട് ക്ഷമയുടെ ഒരു ജീവിതം നയിക്കണമെന്ന് ഉള്ളത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. കാരണം നമ്മൾ വേറെ ആൾക്കാരോട് കയ്പ് വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ജീവനിൽ ജീവിക്കാൻ പറ്റത്തില്ല. You see, unforgiveness causes more damage to yourself, physically, mentally, spiritually, than the person whom you are holding a grudge against. നിങ്ങൾ വേറെ ഒരു വ്യക്തി നിങ്ങളോട് ഏതെങ്കിലും കുറ്റം ചെയ്തു എന്ന് വിചാരിച്ചോ, ആ വ്യക്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അപകടത്തിന് എല്ലാം ഉപരിയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ക്ഷമയില്ലായ്മയാണ് നിങ്ങൾക്ക് ഉറക്കം കെടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തെ അത് ബാധിക്കാൻ പോകുന്നു. I have seen many Christians who received amazing promises of God, but things don't happen because they do not forgive. തങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായ വാഗ്ദത്തങ്ങൾ ലഭിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല എന്ന് നോക്കുന്ന ഉടനെ ഒരു പ്രാമുഖ്യമായ ഒരു കാര്യം അവർ ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ്.
They may say, oh, maybe I don't have enough faith, but actually there are issues of wrong attitudes in their hearts. ചിലപ്പോൾ അവർ പറഞ്ഞേക്കും, എനിക്ക് ആവശ്യത്തിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അത് നടക്കാത്തതെന്ന്. അല്ല, അവരുടെ ഹൃദയത്തിൽ ക്ഷമയില്ലായ്മ കൊണ്ടാണ് മിക്കവാറും അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും തടസ്സപ്പെടുന്നത്. The next important point I want to say is, say what God says about the situation and not what you are seeing about the situation. അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് ദൈവം എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ ഏറ്റുപറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല ഏറ്റുപറയേണ്ടത്. It is so important, and many Christians again they say the right things. For instance, the financial problem, my God will provide all my needs according to his riches in glory, they will say. ചില ആൾക്കാർ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ഓക്കെ, എൻ്റെ ദൈവം എൻ്റെ സകല ആവശ്യങ്ങളും തൻ്റെ മഹിമാധനത്തിനൊത്തോണം ചെയ്യും എന്ന് നമ്മൾ പറയും. Okay, but then they will pray for a few days and nothing happens, and then they will turn their confession around. Oh, God hasn't heard my prayer, or what, some other negative. 2-3 ദിവസം അവർ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാത്തപ്പോൾ അവരുടെ ഏറ്റുപറച്ചിൽ മാറ്റും. ഓ, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എന്താണോ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് അവർ തന്നെ തങ്ങളുടെ വായ കൊണ്ട് അവിടെ ദൈവികമായ ഏറ്റുപറച്ചിൽ അവർ തിരുത്തും. And over the years I've learned that the scripture which says life and death are in the power of the tongue I've seen it causing havoc among many Christians. എൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിലുള്ള ഈ വാക്യം ജീവനും മരണവും നാവിൻ്റെ ശക്തിയിൽ ഇരിക്കുന്നു എന്നുള്ള ആ വചനത്തിൻ്റെ ഫലം പല വിശ്വാസികളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങൾ I will give you an example. ഞാനൊരു ഉദാഹരണം തരട്ടെ. A good friend of mine who's a pastor, his father had prostate cancer, and he always said, oh yes, my father had prostate cancer, one day I will get it. എൻ്റെ ഒരു സുഹൃത്ത് ഒരു പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ പിതാവിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു, എനിക്കും താമസിയാതെ കിട്ടും. And that's what happened. അത് തന്നെ നടന്നു. And then we as a group got together and we pointed out to the pastor, said, please stop saying word curses over yourself. അതുകൊണ്ട് ഞങ്ങൾ ഒരു കൂട്ടം വിശ്വാസികൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് കൂടി അദ്ദേഹത്തോട് പറഞ്ഞു, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കാതിരിക്കുക. He stopped saying that 15 years ago, and God has, though he started with advanced cancer, 15 years later he is still strong and preaching with great faith and vibrancy. 15 വർഷം മുമ്പേ അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം തൻ്റെ ഏറ്റുപറച്ചിൽ മാറ്റി ഇന്നും ശക്തിയോടെ ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. So when adversity comes at you and it is completely opposite to what God's promise is saying, you have to stand strong. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ വരുന്ന ഉടനെ അത് ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ഒരുക്കുന്ന ഉടനെയും നിങ്ങൾ ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ശക്തിയോടെ നിൽക്കണം. Your speech should say, this is what God has said about my circumstance and this will be fulfilled. നിങ്ങളുടെ സംസാരം ഏറ്റുപറയേണ്ട ഇതാണ് ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ആ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റപ്പെടും എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ നമ്മളുടെ നാവിൽ വരണം. Heaven and earth can pass away, but not even one iota of God's word will pass away. സ്വർഗവും ഭൂമിയും മാറിപ്പോയാലും ദൈവവചനത്തിലുള്ള ഒരു വള്ളിയോ പുള്ളിയോ മാറത്തില്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റുപറച്ചിൽ. Every circumstance is a lie if it does not line up with the word of God. സാഹചര്യങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ മുൻപാകെ അത് ദൈവത്തിനോട് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ അത് മാറും, അതൊരു അസത്യമാണ്, അത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയല്ല. So I'm going to move on to the next point, which is the authority of the believer that we have, and we need to recognize who we are in Christ. അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത്, ഒരു വിശ്വാസിക്കുള്ള അധികാരം, നമ്മൾ കർത്താവിൽ ആരാണ് എന്നുള്ളതിൻ്റെ ഉള്ള ഉറച്ച വിശ്വാസം നമുക്ക് കാണണം. This
Can you somebody read the word Luke chapter 10 verse 19 please? ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാമോ? And somebody also read Ephesians chapter 1 verse 16 to 20. എഫേസ്യർ 1:15 മുതൽ 20 അത് കഴിഞ്ഞിട്ട് വായിക്കണം. ലൂക്കോസ് 10:19 എഫേസ്യർ 1:15 മുതൽ 20 വരെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എഫേസ്യർ 1:15 മുതൽ 20 വരെ. അതു നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. Thank you. You see, God has given each believer the power over all the works of the enemy. ദൈവം ഓരോ വിശ്വാസിക്കും ശത്രുവിൻ്റെ എല്ലാ പ്രവൃത്തികളുടെ മേലും അധികാരം തന്നിട്ടുണ്ട്. Do we really believe that? പക്ഷേ നമ്മളത് നേരായിട്ടും വിശ്വസിക്കുന്നുവോ? The same power that raised Jesus Christ from the dead is in us. കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തി നമ്മളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുവോ? I had to learn to understand the authority that I have as a believer. ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്കുള്ള അധികാരം ഇന്നതെന്ന് ഞാൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആവശ്യം വന്നു എൻ്റെ ജീവിതത്തിൽ. I know many brothers and sisters have got the revelation. It says we need to pray for the revelation that the Spirit of God will reveal to us the power that resides in us. ഇവിടെ എഫേസ്യരിൽ നമ്മൾ കാണുന്നത് ഈ അവസ്ഥയുടെ, ഈ സത്യത്തിൻ്റെ, ഈ അധികാരത്തിൻ്റെ വെളിപാട് നമുക്ക് ലഭിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അത് അനേകർക്ക് ആ വെളിപാട് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വെളിപാട് കിട്ടണം. കർത്താവേ, എൻ്റെ കണ്ണ് തുറക്കണം, എന്നെ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കണം. And this power has helped me to see that even the nations cannot stand if you are truly standing in the authority God has given us. ഈ അധികാരം എനിക്ക് മനസ്സിലാക്കി, അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി രാജ്യങ്ങൾ പോലും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എതിരെ നിൽപ്പാൻ അവർക്ക് കഴിയുകയില്ല. It is something that I would really ask you to spend time. What is the authority, the power of the name of Jesus, the power of the indwelling Holy Spirit in us? It is, once we have to get the revelation to do the will of God in our lives. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സമയമെടുത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് വേരൂന്നുവാൻ നിങ്ങൾ സമയമെടുക്കണം. കാരണം ഒരു വിശ്വാസിയുടെ അധികാരവും ദൈവം താൻ വിശ്വസിക്കുന്നത് മൂലം അവന് കൊടുത്തിരിക്കുന്ന ആ ഒരു വല്ലഭത്വത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. I told you that we've got the authority over nations. It is through that authority that our programs are in 50 countries and soon will be in 100 countries. It is using the power of what God has given us to bring about good health for the nations. ഞാൻ രാജ്യങ്ങളുടെ മേൽ അധികാരം ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ. തടസ്സങ്ങൾ വന്നപ്പോൾ പ്രാർത്ഥനയിൽ കൂടെയും അധികാരം ഉപയോഗിച്ചുകൊണ്ടും വാതിലുകൾ തുറക്കുകയും 50 രാജ്യങ്ങളിൽ ഇപ്പോൾ അത് ഈ പരിശീലനം നടക്കുന്നു. താമസിയാതെ അത് 100 രാജ്യങ്ങളിലേക്ക് വികസിപ്പിക്കുവാൻ ഉള്ള പദ്ധതികളും അതിൻ്റെ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. I've used the power to break situations in the UK government. UK ഗവൺമെൻറ് ഇട്ട തടസ്സങ്ങൾ
മുറിച്ചു കടക്കുവാൻ ഞാൻ ഒരു വിശ്വാസി എന്ന തലത്തിലുള്ള അധികാരം ഉപയോഗിച്ചു. So for example, I wanted to look at a study to see how breast cancer patients are doing after operations, and it cost 2.8 million pounds for UK government, and they said no, they're not going to give it, but I used the authority of God and I made it happen because it was good for the patients. ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ക്യാൻസർ രോഗികളുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് വന്നു. അതിന് 2.8 മില്യൺ പൗണ്ട്സ് നമ്മുടെ നോക്കുവാണെങ്കിൽ ഏകദേശം 24,000 കോടി ഏകദേശം വരും. സോ അങ്ങനെ ഏതാണ്ടുള്ളൂ, അതോ 240 കോടി ഏതാണ്ട്. സോ അത്രയുള്ള ഒരു കാശ് അതിന് വേണ്ടി വന്നു. പക്ഷേ ആദ്യം ഗവൺമെൻറ് പറഞ്ഞ് പറ്റത്തില്ലെന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥനയിൽ കൂടി അത് നേരിട്ട് ആ പെർമിഷൻ അതിൻ്റെ അനുവാദം നേടിയെടുത്തു. പ്രാർത്ഥനയിൽ കൂടി എൻ്റെ അധികാരം ഉപയോഗിച്ചു. So that is due to the power of a Christian believer. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ നിന്നത്. You see, the Bible says we are more than conquerors who are in Christ Jesus. ക്രിസ്തുവിലുള്ള നമ്മൾ സകലത്തിലും അധികമായി നമ്മൾ കീഴടക്കുന്നവരാണ് എന്നാണ് വചനത്തിൽ പറയുന്നത്. If God is for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? God has said, I have set before you an open door that no man can shut. ദൈവം നമ്മളോട് പറയുന്നു, ആരും അടയ്ക്കാൻ പറ്റാത്ത ഒരു തുറന്ന വാതിൽ ഞാൻ നിന്റെ മുൻപാകെ വെച്ചിരിക്കുന്നു. These are the realities of what really happens and not what we see around us. ഇതാണ് നമ്മളുടെ മുൻപാകെയുള്ള നേരായിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനപ്രകാരമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ വെച്ചോണ്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. The Bible says, do not be conformed by the world. We have got to be renewed, transformed by the renewing of our minds by scripture. നമ്മൾ ലോകത്തിൻ്റെ സമ്മർദ്ദം മൂലം ലോകത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മനസ്സിനെ പുതുക്കി നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. So the next point I want to make is, our weakness and incapacity is not a disqualification for God to do big things in our lives. അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത്, നമ്മുടെ ബലഹീനതകളും നമ്മളുടെ കഴിവില്ലായ്മയും ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രശ്നവുമല്ല. If somebody could read Philippians 4:13 please. ഫിലിപ്പിയർ 3:14 4:13. 4:13 ഫിലിപ്പിയർ 4:13 ഒന്ന് വായിച്ചാട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. You see, there are a number of scriptures which says, in my weakness your strength is manifested. പല വേദവാക്യങ്ങളുണ്ട്, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ബലം തികഞ്ഞു വരുന്നു. When we are weak, that is the time for our God to work with us. നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. I think it's a good place to be in because your dependence is on God and not on yourself. നമുക്ക് ബലമില്ലാതെ ഇരിക്കുന്ന ഒരു തോന്നൽ വരത്തില്ലേ, അത് നല്ലൊരു അവസ്ഥയാണ്. കാരണം അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ നിൽക്കുവാണെങ്കിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കും, നമ്മുടെ ശക്തിയിൽ ആശ്രയിക്കത്തില്ല. Because we are humbling ourselves and we are saying, God, you are the strength of my life. കാരണം ആ അവസ്ഥയിൽ നമ്മൾ പറയുന്നത് എന്തുവാ, കർത്താവേ എനിക്ക് പറ്റത്തില്ല, അങ്ങ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും ഉത്തമമായ അവസ്ഥ. So be encouraged if you feel that you are not able for the task. അതുകൊണ്ട് നിങ്ങൾ നേരിടുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് നേരിടുവാൻ ശക്തിയില്ല എന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ ഉത്സാഹിക്കപ്പെടുക, ശക്തിപ്പെടുക, സന്തോഷിക്കുക. I say weakness is a qualification for God to do amazing things through his people. തൻ്റെ ജനത്തിൽ കൂടി അതിശയകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു വ്യവസ്ഥ ബലഹീനതയാണ് എന്ന് ഞാൻ പറയാറുണ്ട്. It says, it is not by might, not by power, but by my spirit, says the Lord. ശക്തിയാലല്ല, സൈന്യത്താലല്ല, പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടിയാണ് ദൈവം ചെയ്യുന്നത്. The next point I would like to make is the ninth point. Don't judge others. 9ാമത്തെ പോയിന്റ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ വിധിക്കരുത്.
don't criticize others, മറ്റുള്ളവരെ കുറ്റം വിധിക്കരുത്. especially leadership in church. പ്രത്യേകമായിട്ട് നിങ്ങളുടെ മേൽ ഉള്ള ആത്മീക നേതൃത്വത്തെ Remain accountable to leadership. നിങ്ങളുടെ മേലുള്ളവർക്ക് കണക്ക് ബോധിപ്പിക്കുന്നവരായിട്ടുള്ള ഒരു മനോഭാവത്തിൽ നിങ്ങൾ തുടരുക. Over the years, I have made myself accountable to fellow Christians, wise counsel, and my leadership. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് ഞാൻ സഹവിശ്വാസികൾക്കും എൻ്റെ ജ്ഞാനികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കും എൻ്റെ സഭയിലുള്ള നേതൃത്വങ്ങൾക്കും ഞാൻ അവരുടെ മുമ്പാകെ കണക്ക് ബോധിപ്പിച്ച അവരുടെ ജ്ഞാനം തേടുന്ന ഒരു വ്യക്തിയായിട്ടിരുന്നു. The human heart is deceitful. മാനുഷിക ഹൃദയം വളരെ വഞ്ചനയുള്ളതാണ്. Yes, so I've got to check myself against selfish ambition. Why do I want to do all this? Is it to make a name for myself or to glorify God? ഞാൻ എപ്പോഴും എന്നെ തന്നെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ജഡിക അഭിലാഷങ്ങൾ മൂലമാണോ അതോ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ? By being accountable, you can have people speaking into your lives and saying, this may be not right, just correct this situation, because if it is done in love, it is a great service. മറ്റുള്ളവരുടെ അധികാരത്തിന് കീഴിൽ നമ്മളെ തന്നെ പരമേൽപ്പിക്കുവാണെങ്കിൽ നമ്മളോട് മറ്റുള്ളവർ പറയാൻ പറ്റും, ജെഫി ഈ കാര്യം ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ കാര്യം ഒന്ന് സൂക്ഷിക്കണം. അങ്ങനെ നമ്മൾ കടക്കാൻ പറ്റുന്ന തെറ്റുകൾ നമ്മൾ കാണാൻ പറ്റത്തില്ല, ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ തന്നെ വെളിയിൽ വരാൻ സാധിക്കും. These keys I'm sharing with you because I have learned them the hard way. ഞാൻ തെറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ എല്ലാം അങ്ങ് ശരിക്കങ്ങ് ചെയ്തല്ല, അത് അവിടെ വീണാണ് ഞാനിത് പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് I'm sharing it to you so that you can learn the lessons without pain. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വീണ് വേദന സഹിക്കാതെ നിങ്ങൾ ഇതിന് പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുവാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പറയുന്നത്. And finally, I want to share the word which we all know. All things, Romans 8:28. റോമർ 8:28 നമുക്കെല്ലാം അറിയാവുന്ന ഒരു വചനമാണ്. അവസാനമായിട്ട് ഞാൻ ആ വാക്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. So whatever happens to a Christian, as long as you're walking with God, God will bring about good. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാണെങ്കിൽ ദൈവം അത് നന്മയ്ക്കായി വ്യാപരിപ്പിക്കും. I have had a lot of losses and lot of failures in life. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളും നഷ്ടങ്ങളും നടന്നിട്ടുണ്ട്. But over the years, because I have repented and got back and walked with God, He has restored my life many, many, many times. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ഞാൻ അനുതാപ ഹൃദയത്തോടെ തിരികെ വന്ന് ദൈവത്തിന് മുൻപാകെ അനുദപിക്കുന്നതുകൊണ്ട് ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ വഴികളിലേക്ക് എന്നെ തിരിച്ചുവിട്ടു. Even if all of us have failed, and if you have failed, God is still a God of restoration. നമ്മളെല്ലാവരും വീണിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് വചനം പറയുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. You give God sacrificially, obediently, and God will return 100-fold. I'm saying to you, I have seen it. നിങ്ങൾ അനുസരണത്തോടെ ത്യാഗത്തോടെ ദൈവത്തിന് കൊടുക്കുവാണെങ്കിൽ ദൈവം 100 മടങ്ങ് തിരികെ തരുമെന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. I am a man who has seen God change my minuses into pluses. എൻ്റെ ഇല്ലായ്മകളെ എല്ലാം അധികപ്പറ്റായിട്ട് ദൈവം മാറ്റിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. And I am not special. ഞാൻ ഏതാണ്ട് പ്രത്യേക ആളായതുകൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. Every human being is special to the Lord Jesus. ദൈവത്തിൻ്റെ മുൻപാകെ ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ മുൻപാകെ
സ്പെഷ്യലാണ്. So just bring your failures to God, bring your sins, bring it to, and start afresh, because He is waiting to bring restoration in your lives. അതുകൊണ്ട് നിങ്ങളുടെ പരാജയങ്ങൾ ദൈവത്തിന് മുൻപാകെ കൊണ്ടുവരിക. നിങ്ങളുടെ നഷ്ടങ്ങൾ ദൈവത്തിന് മുമ്പാകെ കൊണ്ടുവരിക. നിങ്ങളുടെ പാപങ്ങൾ ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറയുക. നിങ്ങൾ ദൈവത്തോടു കൂടെ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരിക. ദൈവം നിങ്ങളെ അവൻ്റെ ജയത്തിൻ്റെ വഴിയിലേക്ക് നടത്തും. For those of you who haven't asked the Lord for His plan for your life, I recommend that you start with James 1:5. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്തവരോട് ഞാൻ പറയുന്നു, യാക്കോബിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നിങ്ങൾ വായിക്കുക, അവിടെ തുടങ്ങുക. I was not a Christian. For most of my life, only in the 30s I became a Christian. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഞാനൊരു വിശ്വാസിയല്ലായിരുന്നു. 30കളിലാണ് ഞാനൊരു വിശ്വാസിയായി തീർന്നത്. I asked the Lord, I said, Lord, if you are the true living God, show yourself to me. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു നേരായിട്ടുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നോട് അങ്ങേ തന്നെ വെളിപ്പെടുത്തണം. And He showed me. ദൈവം എന്നെ വെളിപ്പെടുത്തി. And I recommend that to all of you. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് ചോദിക്കും. There is more in God. There is more in God than you have or I have experienced, because He is an awesome God and a God of the miraculous. ദൈവത്തിൽ നമ്മൾ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതിനൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൽ അധികമായിട്ടുണ്ട്. കാരണം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. By the grace of God, you may think God has done a lot through me. By God's grace, you may say, oh, God has done a lot for me. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കാം, ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. I don't believe I even scratched the surface of what God can do through a human being. എൻ്റെ ജീവിതം കണ്ട് നിങ്ങൾ അങ്ങനെ പറയുവാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം ഒരു വ്യക്തിയിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൻ്റെ ഒരംശം പോലും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്ന് ഞാൻ ഏറ്റു പറയുകയാണ്. I'm telling you because I have seen, and I think we all need to take off the limits of God. ദൈവത്തിന് നമ്മൾ വെച്ചിട്ടുള്ള അതിരുകൾ നമ്മൾ എടുത്തു മാറ്റണം. We have to break the mold because we are thinking too small. We are thinking in terms of human thinking when God's word says amazing, awesome things about His ability to work through us. ദൈവത്തിൻ്റെ വചനം അമാനുഷ്യമായ രീതിയിൽ നമ്മളിൽ കൂടി പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഉടനെ നമ്മൾ ദൈവത്തിൻ്റെ മേൽ വെച്ചിട്ടുള്ള മാനുഷികമായിട്ടുള്ള പരിധികളൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നത് കൊണ്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് മാറ്റുവാൻ തയ്യാറാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടേ നമ്മൾ കാണും ദൈവം നമ്മളിൽ കൂടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. So I want to thank you for your time, and I want to just say a simple prayer over you. അതുകൊണ്ട് ഈ സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഞാൻ ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ മേൽ ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. Heavenly Father, I thank you for the privilege of sharing about your goodness. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നന്മയെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ തന്ന ഈ അവസരത്തിനായി സ്തോത്രം. I pray for every seeking heart that you will fill them to overflowing. തേടുന്ന ഓരോ ഹൃദയങ്ങളെയും കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, I pray for those who are sick amongst us. ഞങ്ങളുടെ ഇടയിൽ ശരീരത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Your word says, by the stripes of Jesus Christ, we are already healed. അങ്ങയുടെ വചനം പറയുന്നല്ലോ, അങ്ങയുടെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. Jesus, you are the God of restoration. യേശുവേ, അങ്ങ് യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണല്ലോ. I pray that you will restore bodies, minds and souls today. കർത്താവേ, ഇന്ന് ശരീരങ്ങളെയും മനസ്സിനെയും ആത്മാക്കളെയും പൂർണ്ണമായിട്ട് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് ചോദിക്കുന്നു. And I pray that you will give all my brothers and sisters here abundant life that you have promised. കർത്താവേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത നിറവുള്ള ആ ജീവിതം, കവിഞ്ഞൊഴുകുന്ന ആ ജീവിതം, സമൃദ്ധിയായ ജീവിതം
അങ്ങ് ഇവിടെയുള്ള എൻ്റെ സഹോദര സഹോദരിമാർക്ക് അങ്ങ് കൊടുക്കണമേ എന്ന് ഞാൻ ചോദിക്കുന്നു. In the name of Jesus I pray. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.